ശരണ്യ എന്തൊക്കെയാണ്? ആഹാ, നല്ല കളറുണ്ടല്ലോ, കണ്ടിട്ട് തന്നെ നല്ല കളർ, ഇടിവെട്ട് കളർ. ഹായ് കൂട്ടുകാരെ, ഷിജുചാന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരണ്യ ഷിജു. ഇനി ഉണ്ടാക്കാൻ പോകുന്ന എന്താ അറിയാമോ? അതിന്റെ പേരെന്താ? എന്താ പറ. പേര് മറന്നുപോയി. എന്താണ് ആലോചിച്ചത്? എന്ത് എന്താ? ഇതിന്റെ പേര് വല്ല ബീൻസ്. ബീൻസ്. അപ്പൊ അതിന്റെ പേര് വല്ല പേരെന്തുവാ? എന്താണ് ഇതിന്റെ പേരെന്താ? ഞാൻ മറന്നുപോയി. ഇതിന്റെ പേരാ? ഇതിന്റെ പേരാണ് ഗ്രീൻ പീസ്. ഗ്രീൻ പീസ് കറിയാണ് ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത്. അപ്പൊ അതിനുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്. അപ്പൊ ഗ്രീൻ പീസ്, ബീൻസ്, പിന്നെ നമ്മുടെ സവോള. ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. അപ്പൊ ഞാനിത് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ രാത്രി കേട്ടോ, രാത്രി നമുക്ക് കഴിക്കാനുള്ള. ശരണ്യ, എന്തോ ഇത് തൊലിച്ചിവി വെച്ചും പിന്നെ മറ്റേ സവോള അരിയണ അതിട്ട് അരിയാനാണോ? അതാ അല്ല, സവോള ഞാൻ കൈ കൊണ്ട് അരിഞ്ഞെടുക്കും. കൈ കൊണ്ട് അരിഞ്ഞാ പോരെ? മതി മതി മതി. അപ്പൊ നമുക്ക് പെട്ടല്ലേ. അപ്പൊ നിങ്ങൾ നോക്കൂ, അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു? അച്ഛനും അമ്മയും പാക്കിങ്ങാ. അച്ഛനും അമ്മയൊക്കെ പാക്കിങ്ങിലാണ്, സെയിലിന്റെ തിരക്കിലാണ്. അപ്പൊ ഞങ്ങൾ ഇത് ചെയ്ത് വെച്ചിട്ട് നമ്മളും പോട്ടി. പിന്നെ ഗ്രീൻ പീസും പിന്നെ എന്നാണ്? ഗ്രീൻ പീസും ബ്രെഡും. ബ്രെഡും ഗ്രീൻ പീസും ആണ് ഇന്നത്തെ. എനിക്ക് തോന്നി ശരണ്യ അടുക്കളയിലായിട്ട് പോകുന്നപ്പോൾ എന്തോ ചെയ്യണം, അതാണ് ഞാൻ എന്നാ അത് വീഡിയോ ചെയ്തേക്കാന്ന് ഓർത്ത് പോകുന്നത്. അതാ ഞാൻ പറഞ്ഞ ഷിജുചാന്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം പറഞ്ഞത്. അപ്പൊ ധൃതി പണിയിലാണ്. അപ്പൊ ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ട് നമുക്ക് കാണിക്കാം അല്ലേ? കണ്ട, ഇന്നലെ ഞാനല്ല ഞാൻ പാചകം. ഇന്നലെ ഞാൻ പൊറോട്ട ഇണക്കി തന്നു. ഇന്നലെ ഞാൻ പൊറോട്ട ഇണക്കിയപ്പോൾ എന്തെല്ലാം ഓളിത്തരാണ് എല്ലാവരും, അച്ഛനും അമ്മയും ശരണ്യം കൂടി എനിക്കിട്ട് ഓളിത്തരം വെച്ചത്. വെക്കുമല്ലോ. വരെ അച്ഛനും അമ്മയും കൂടി ഇതേ കണ്ട പക്കാവടയും കപ്പ വടയും അങ്ങനെയൊക്കെ പാക്കിങ്ങിലാണ്. പിന്നെ മിച്ചർ ഐറ്റം. ശരണ്യ, ഇതെന്താണ് കറങ്ങി നടക്കുന്നത്? എവിടം വരെ ആയി നമ്മുടെ? ആഹാ, അരിഞ്ഞൊക്കെ വെച്ചല്ല. നമ്മുടെ ക്യാപ്സിക്കൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് എല്ലാം ഉണ്ടല്ലേ? അതെന്താണ് ശരണ്യ വെന്താ? വെച്ചില്ലേ? ഞാനോർത്ത് ഇപ്പൊ വെന്ത് വേവിച്ചൊക്കെ വെച്ചെന്നാണ് ഓർത്തത്. ഗ്രീൻ പീസ്. എന്റെ ശരണ്യക്ക് ഗ്രീൻ പീസ് മാത്രം മറന്നു പോണു. ദൈവമേ, അപ്പൊ നമ്മൾ പട്ടാണി വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഇട്ട് കുഴിച്ച് വെച്ചപ്പം ഒന്ന് കഴുകി എടുക്കട്ടെ. ശരി ശരി, എന്നാ ഒന്ന് കഴുകിയിട്ട് കാണിക്കാം. കഴുകിയാ? കാണാത്തോണ്ട് അങ്ങോട്ട് ഇട്ടു. അങ്ങനെ അങ്ങോട്ട് ഇടിയാണ്. നല്ല പച്ച കളറാണല്ലേ? പച്ച പട്ടാണി. ഗ്രീൻ പീസിന്റെ വലിയ ആൾക്കാർ പറയുന്നത്, നമ്മൾ ചെറിയ ആൾക്കാർ പറയുന്നത് പട്ടാണി. ഗ്രീൻ പീസ് എന്ന് പറയാം എളുപ്പം. പട്ടാണി പട്ടാണിയാണെങ്കിലും ഗ്രീൻ പീസ് ആണെങ്കിലും ഇരിക്കട്ടെ. അപ്പൊ ശരണ്യ, എന്റെ സഹായം വല്ലതും ഇന്നുണ്ടോ? ഒന്നുമില്ല. വലിയ വലിയ ഉപകാരം. അങ്ങനെ പറഞ്ഞത് ഞാനല്ലേ താങ്ക്സ് പറയേണ്ടത്? ആണോ? അപ്പൊ നമുക്ക് ഈ അരിഞ്ഞു വെച്ച എല്ലാം കൂടി ഇടാം. എന്നാ അങ്ങോട്ട് തട്ടിയത്. ആൾക്കാരുടെ അടുത്ത് എന്താണ് ഇത്രയും കറി വെക്കണമെന്ന്. ഗ്രീൻ പീസ്. അപ്പൊ ഇന്ന് ബ്രെഡും ഗ്രീൻ പീസും, ബാക്കി നാളെ അപ്പവും ഗ്രീൻ പീസും. 9 മണി. അപ്പൊ സാധാരണ ഇന്ന് താമസിച്ചു പോയി. ഞങ്ങൾ 7:30-8 മണിക്ക് ഫുഡ് കഴിക്കുന്നതാണ്. ഇന്ന് ഞാൻ ഇച്ചിരി ഫോൺ ചെയ്തൊക്കെ ഇരുന്ന് താമസിച്ചു പോയി.
അപ്പൊ കൂട്ടുകാരെ ഇതൊന്ന് ശരണ്യ വേവിച്ചെടുത്തോട്ടെ. അല്ലേ ഞാനോടത്ത് വേവിക്കാൻ പോവുകയാണെന്ന്. അതിൽ ഇനിയും ചേർക്കാനുണ്ടോ? ഞാൻ പച്ചമുളക് ചേർത്തില്ല, മറന്നുപോയി. ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ ഞാൻ പച്ചമുളക് ശരണ്യ ബ്രെഡ് എങ്ങനെയാണെന്ന് പറഞ്ഞില്ലല്ലോ. ബ്രെഡ് നമ്മൾ ആവി കേട്ടു ഇഡലി പാത്രത്തിൽ വെച്ച് ആദ്യം കാണിച്ചു തരാം. അപ്പൊ നല്ല ടേസ്റ്റും നല്ല ഇത് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും അല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് അല്ലേ, ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആകും. പിന്നെ ഉപ്പിടാൻ പോവാ. ഉപ്പിട്ട് ഇപ്പൊ നമുക്ക് ഈ പാത്രം കഴുകി എടുത്തിട്ട് ഈ പാത്രത്തിൽ വെള്ളം എടുക്കാം. എന്നാ ശരി, ഇത് വേവിച്ചിട്ടൊക്കെ കാണിക്കാം. ശരണ്യ കൂട്ടുകാരത്തെ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ അപ്പൊ ഞാൻ അടുപ്പിലോട്ട് വെക്കാൻ പോവാം. അടപ്പിലോട്ട് വെക്കാം. ഈ അടപ്പ് വെച്ചാ പോരാ. ഞാൻ ഇതാകുമ്പോ എളുപ്പം പെട്ടെന്ന് തീ കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ആണല്ലേ. അപ്പൊ കൂട്ടുകാരെ വേവുന്ന വരെ നമുക്ക് വെച്ച്. ശരണ്യ ആ കപ്പങ്ങ എന്തിനു വെച്ചിരിക്കും? അതോ എനിക്ക് മുഖത്ത് തേക്കാം. മുഖത്ത് കപ്പങ്ങ തേക്കുവാ? വെറുതെ അല്ല ഇവിടെ തിന്നാൻ കപ്പങ്ങ കിട്ടാത്തത്. ഓ ചുമ്മാ തേക്കുന്ന, ആദ്യമായിട്ട് തേക്കുന്ന. ആദ്യമായിട്ട് തേക്കാൻ പോയി എങ്ങനെ? അയ്യോ ഞാൻ ചുമ്മാ ഇവിടെ കഴിക്കാൻ വേണ്ടി പറയിച്ച് വെച്ച്. എന്നിട്ട് എന്നെ പറ്റിക്കാൻ പറഞ്ഞതാണല്ലേ? അതെ ഞാൻ മുഖത്ത് തേക്കും. അല്ലേലും ഇപ്പൊ ഞാനോർത്ത് പച്ചക്കപ്പങ്ങ എങ്ങനെ മുഖത്ത് തേക്കും. എന്നാ കപ്പങ്ങ കാണിച്ചു കൊടുത്തേ കൂട്ടുകാരെ. നീളം കപ്പങ്ങ. ഇതുകൊണ്ട് നമുക്ക് അച്ചാറൊക്കെ ഇടാൻ ശരണ്യ. ഇത് അച്ചാറാണല്ല, അച്ഛൻ പറിച്ചു വെച്ചത്. അച്ഛനെ പഴുപ്പിച്ച് തിന്നാൻ വേണ്ടി. ആ എന്നാ ഒരു പണിയേ ശരണ്യ പഴിപ്പിച്ച് തിന്നി. ഞാനല്ല, അച്ഛനാ. എന്നാ നമ്മുടെ ഈ ഇത് വേകട്ടെ അല്ലേ? അത് വേറെ വരെ എനിക്ക് അവിടെ ചെറിയൊരു പണിയുണ്ട്. ഞാൻ അവിടെ ചെയ്തിട്ട് അതെന്നാ പണിയാ? പാക്കിങ്, ലേബലൊട്ടിക്കാൻ. ആ എന്നാ കൂട്ടുകാരെ കണ്ട, അതെ ഇതാണ് ശരണ്യ ചെയ്യുന്ന വർക്കുകൾ. കണ്ട സീലടിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ? അങ്ങനെ ഗ്രീൻ പീസ് വേണ വരെയുള്ള പരിപാടി. ഞാൻ കവറയിൽ ഒട്ടിക്കും, ശരണ്യ ഇങ്ങനെ അടിച്ചു തരും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ തൊഴിൽ. ശരണ്യ ലേബലൊട്ടിക്കുകയാണോ? എന്തോ എഴുതി കഴിഞ്ഞു. എഴുതി നേരത്തെ വെച്ചോ. ചിപ്സിന്റെ ഒരു 80 ചിപ്സ്. 2 3 കൂട്ടുകാരെ ഇതാണ് ശരണ്യ തിരക്കില. ശരണ്യ ഗ്രീൻ പീസ് വേകണ വരെ ഇങ്ങനെ ലേബലൊക്കെ നമ്മുടെ വെയിറ്റും ഡേറ്റും ഒക്കെ ഇട്ട് ചെയ്യുന്ന പരിപാടി ശരണ്യാണ് ചെയ്യുന്നത് അല്ലേ ശരണ്യ? ആന്ന് കൂട്ടുകാരെ, എന്റെ കണക്കും തെറ്റിപ്പോയി. ഞാൻ ഒന്നും കൂടെ എണ്ണിക്കോളാം. എന്നാ ശരണ്യയുടെ പണി നടക്കട്ടെ. ഞാൻ പണി തീർത്തിട്ട് ഞാൻ എന്റെ കൂട്ടുകാരെ കാണിക്കാം. ശരി കൂട്ടുകാരെ, ശരണ്യ ഡേറ്റ് ഒക്കെ അടിക്കണ കണ്ട ശരണ്യ. എന്തോ എനിക്ക് വല്ല വകുപ്പും ഇരിപ്പുണ്ടോ? ഉണ്ടല്ലോ. എന്നാണ്? കവർ ഒട്ടിച്ച് ചെയ്യണം. ഞാൻ വീഡിയോ എടുക്കണോണ്ടാണ് കേട്ടാ. ഞാൻ ഇപ്പൊ തന്നെ കവറൊക്കെ ഒട്ടിച്ചു തരാം. ഞങ്ങൾ രണ്ടും കൂടെ അതിനെ ഒട്ടിച്ചോണ്ടിരുന്നത്. അപ്പൊ ഞാൻ വീഡിയോ എടുക്കാനെങ്കിൽ ഓർത്തിട്ട് വീഡിയോ എടുക്കാൻ പോയി. അപ്പൊ വന്നിട്ട് സീഡ് അടിച്ചോണ്ടിരിക്കുക. എന്നാ ശരി, നമുക്ക് പട്ടാണി വേകണവരെ. പട്ടാണി അല്ല, ഗ്രീൻ പീസ്. ഗ്രീൻ പീസ് വേകുന്നവരെ നമുക്ക് പാക്കിങ്ങിലേക്ക് പോകാം. കുക്കർ അടിച്ചു പോലും ഇല്ല കൂട്ടുകാരെ. അതെ, 10 മണിയാവും. ശരണ്യ എന്താണ് ചിരിച്ചണ്ടൊക്കെയാണല്ലോ അരിയുന്നത്? ശരണ്യ നമ്മുടെ ദിത്തുമോനും മിഴിമോൾക്കും ഒരു ഹായ് പറഞ്ഞു. ദിത്തുമോൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു യു ദിത്തുമോൻ. അതുപോലെ മിഴിമോൾക്കും ഒരു പ്രത്യേക ഒരു ഹായ്. അപ്പം ഇന്നലത്തെ വീഡിയോയിൽ കമൻ്റായിട്ടിട്ടായിരുന്നു നാളെയാണ് ബർത്ത്ഡേ. പിന്നെ ഇപ്പം എന്തൊക്കെയാണ് ശരണ്യ? അതൊക്കെ വേണം അല്ലേ? അതെ അതെ. അപ്പം നമ്മുടെ ഗ്രീൻ പീസ് വെന്ത് കിടക്കുകയാണ് അല്ലേ? ഓഫാക്കി അല്ലേ? ശരി ശരി. ശരണ്യ അതെന്തിനാണ് വെള്ളം?
പാക്കിങ് ആയതുകൊണ്ടാണ് കേട്ടോ വരാത്ത. അമ്മ വരാത്തെന്ന് ആ, കൂട്ടുകാരുടെ കുറേ ഉണ്ട് പാക്ക് ചെയ്യാനായിട്ട്. കുറെ ഉണ്ടെന്ന്. ആ അമ്മ പാക്ക് ചെയ്തു. അപ്പൊ പോയി പാക്ക് ചെയ്ത. അപ്പൊ ഞങ്ങൾ അരക്കട്ടെ. കുറച്ച് മഞ്ഞപ്പൊടി. ആ പിന്നെ എന്താ ഒന്നുമില്ല. കുറച്ച് അവിടെ എന്തോ വർത്താനം പറയണം. ചിപ്സിന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ. ആ അപ്പൊ കുറച്ച് മല്ലിപ്പൊടി. പിന്നെ പിന്നെ കുറച്ച് മുളക് പൊടി. ഇതൊക്കെ ഇടുവാ നമ്മുടെ ഗ്രീൻ പീസിൽ. ആ കുറച്ചിടും. ആ കടുക് വറുക്കാൻ നേരത്തിട്ടാ മതി. അല്ല ഇപ്പൊ തേങ്ങായും എല്ലാം അരച്ച് കടുക് വെച്ചിട്ടുണ്ട്. വറുക്കാൻ നേരത്തെ ചേർക്കുന്നുള്ളേ. തുള്ളി വെള്ളം ഒഴിക്കണം. ആ മുളക് പൊടി ഇട്ടില്ല. മുളക് പൊടി ഇട്ടില്ല. ഞാനേ അത് ഞാൻ പറഞ്ഞുകൊണ്ട്. അല്ല ഞാൻ അരക്കണോ വേണ്ടിയോ എന്ന് ആലോചിച്ചിരിക്കുവായിരുന്നു. ആ ആ അപ്പൊ അത് വന്നാ പിന്നെ അരക്കാം. ശരി ശരി. കൂട്ടുകാരെ ഞാൻ അരച്ചോണ്ട് വരട്ടെ. ആ ശരി. പിന്നെ എന്തോ എന്തായി നമ്മുടെ ഗ്രീൻ പീസ് ഒക്കെ വെന്ത്? നല്ലായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ? ആ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാ സാധനവും നമ്മൾ ചേർത്തിട്ടുണ്ട്. ആ ആ നമ്മൾ അരപ്പും ആ അരച്ചതല്ലേ? അരച്ചത്. ആ അപ്പൊ നമുക്ക് ഒഴിക്കാം. ആ പിന്നെ എന്നാക്കിയാണ്? ഇത് വെള്ളം ഒഴിച്ച് കലക്കട്ടെ. ആ വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കണം. ഇറക്കാം. ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത് അതെ. അപ്പൊ അതൊക്കെ അതിലോട്ട് ചേർത്ത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലേ? ആ അപ്പൊ അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തപ്പോ തന്നെ നമ്മുടെ കറി ആയി കഴിഞ്ഞു അല്ലേ? കറിയായി കഴിഞ്ഞു. ആ പിന്നെ ഇനി എന്നാണ്? പിന്നെ നമ്മള് മസാലപ്പൊടി കുരുമുളക് എല്ലാം കൂടെ ഒന്നിച്ച് പൊടിച്ച് വെച്ച് ആ ആ അതെല്ലാം കൂടെ ഇടുക. ആ മസാലപ്പൊടിയല്ല. സാമ്പാർ പൊടി അല്ലല്ലോ. എന്നാ സാമ്പാർ പൊടി കണ്ട എല്ലാ ആ ടിന്നിൽ എടുത്ത് വെക്കണ കൊണ്ടാണ്. അല്ല മസാലപ്പൊടി. ആ മസാല എന്നെ പറ്റിക്കാൻ നോക്കിയ ശരണ്യ. അല്ല ഞാൻ സത്യത്തിൽ സാമ്പാർ പൊടി പോലെ തോന്നി. തോന്നി. അപ്പൊ അതിൽ കുരുമുളകിലാണ്. പക്ഷെ എനിക്ക് സംശയം ഇനി അതാണ്. അപ്പൊ അതിൽ ഒഴിച്ചു. കണ്ട എല്ലാ ടിന്നും ഒരുപോലത്തെ ടിന്ന. ഇതുപോലത്തെ തിന്ന് തൈരിന്റെ തിന്ന്. ഇപ്പൊ എല്ലാം ഞാൻ അപ്പൊ ഒന്ന് തീ കത്തിക്കാം. ആ തീ കത്തിച്ചില്ല ഞാനല്ലേ. അവിടെ പാക്കിങ്ങിന്റെ സൗണ്ടൊക്കെ കേട്ടാ. കവറ് പറയട്ടെ. കവറ് ഇവിടെ കേക്കൂ. അതടിക്കുന്നത്. ആ കവറ് കടുക് വറുക്കാനുള്ള കവറ് വിതർക്കാൻ വേണ്ടി ഇങ്ങനെ അടിക്കുന്ന വെച്ച്. അടിക്കുന്ന വെച്ചത്. ആ അപ്പാ അപ്പൊ നമുക്ക് അരപ്പ് ഇത് മതിയെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇപ്പൊ നമുക്ക് ഇത്തരം മതി. കാരണം ഇപ്പൊ കുറച്ച് കഴിക്കുന്നത്. അപ്പൊ വേണമെങ്കിൽ രാവിലെ തേങ്ങ അരച്ച് ചീണി ചേർക്കാം. ആ ചെയ്യാം. അപ്പൊ നമുക്കിനി കടുക് വറുക്കാം. ആ അപ്പം അങ്ങനെ ശരണ്യ അടുത്ത ചട്ടി വെച്ചു കടുക് വറുക്കാൻ പോകുന്നു അല്ലേ? തീ കുറച്ചു. തിളച്ചു. കണ്ടല്ലോ തിളക്കുന്നത്. തിളച്ചാ? ആ തിളച്ച് വരാൻ പോണു അല്ലേ? ആ തിളക്കണുണ്ട് കേട്ടോ തിളക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്കിനി അരപ്പല്ല എണ്ണ ഒഴിക്കാം. ആ ശരണ്യേ എന്തോ എണ്ണ ചൂടായി. ചൂടായോ? ആ എണ്ണ കൈയിട്ട് നോക്കാൻ പോയി എണ്ണ. ആവി വരുമല്ലോ. അപ്പൊ എൻ്റെ പിന്നെ അങ്ങനെയൊന്നും ചെയ്യരുത് ചൊച്ചോ. നമുക്ക് കടുകിടാം. ആ സൂക്ഷിക്കണം കേട്ടോ. കടുകിടുക കൂട്ടുകാരെ. പേപ്പറാ? പേപ്പർ. ഞാൻ പറഞ്ഞില്ല കടുക് മൂത്തിൽ എനിക്ക് അറിയാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഇട്ട് പോയതല്ലേ? ഇട്ട് കണ്ടോ? ആ എനിക്കറിയാവോ. ഞാനടുത്ത് തിളച്ച പോലെയൊക്കെ കണ്ട്. ഞാൻ അതുവരെ വെയിറ്റ് പൊട്ടട്ടെ. ആ ശരണ്യേ പൊട്ടാൻ തുടങ്ങിയല്ലോ. ഞാൻ നോക്കിയാണ്. പച്ചമുളക് ഉണക്കമുളകും നമ്മളെ ഉള്ളിയും കരിയപ്പം എല്ലാം കൂടെ ഇടുക. ആ ഇത് പൊട്ടിത്തീരട്ടെ. ആ അതിലായിട്ടാണ് കേട്ടോ. ആ എന്നാ ഇട്ടോ. പൊട്ടിത്തീർന്നു. ഈ മുളക് അതേപടിയാണോ ഇടണ? കീറിയൊന്നുമില്ലേ? ആ ഏതാണ്ടൊക്കെ പൊട്ടിത്തെറിക്കണുണ്ട്. ഓടിക്കോ ശരണ്യെ സൂക്ഷിക്കണം. ആ ജലാംശമുള്ള എടുത്ത് ഇതിലോട്ട് ഇട്ടിട്ടാണ് കേട്ടാ. ആ
ശരണ്യ ഓടി കളയുന്നത് കണ്ടിരിക്കും. അങ്ങനെ ഞാൻ ഇടത്തില്ല. ആ മുളക് അതേപടി ഇട്ടിട്ടാണ് പൊട്ടിയത്, മനസ്സിലായ? ഇനി അങ്ങനെ ചെയ്യരുത്, ഇത് അബദ്ധാണ് കേട്ടാ. മുളക് കീറിയിടണം, അല്ലെ അത് വീർത്ത് പൊട്ടും അങ്ങനെ പൊട്ടിട്ടൊന്നും കേട്ടാ. ഇപ്പൊ മനസ്സിലായ? ഞാനത് നോക്കിയിരുന്ന് ശ്രദ്ധിച്ചു എന്താണ്. മോര് വെച്ചാൽ നിങ്ങളെ ആ പക്ഷെ അങ്ങനെയല്ല, ആ മുളക് അതേപടി ഇടുമ്പോൾ അതിൽ കിടന്ന് വീർത്ത് പൊട്ടിയ സൗണ്ടാണ് കേട്ടത്. ഇനി നമുക്ക് അടുത്ത മുളക് കട്ട് ചെയ്തേ ഇടാവുള്ളേ. ഞാൻ അടുത്ത ചെയ്യാം. എന്നാ ഇങ്ങനെ തന്നെയാ? അല്ല മോളെ കട്ട് ചെയ്തില്ല. ആ അപ്പൊ ഇനി ഇത് അതിലായിട്ട് ഇടണം അല്ലേ? ഇത് എന്തിന്? ആ ഇത് നോക്കട്ടെ. ആ ഉള്ളിലെല്ലാം മണം വന്നില്ലേ? ആ വന്നുണ്ട്, നല്ല സ്മെല്ലൊക്കെ. ആ അപ്പൊ ഇത് മൂത്തല്ലേ? നിർത്തുക. ശരണ്യ ചെയ്യുമ്പോൾ പാചകം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടാ. എപ്പോഴും ഒരു അപകടം പതുങ്ങി ഇരിപ്പുണ്ടെന്നുള്ള ഒരു ഇതിൽ ശ്രദ്ധയോടുകൂടി വേണം കേട്ടാ പാചകം ചെയ്യാൻ. ആ കേട്ടാ, ഞാൻ പറയുന്നത് കേൾക്കണുണ്ടോ? അടുത്തൊട്ട് അങ്ങനെ ചെയ്യും. ആ മുളകൊക്കെ ഇടുമ്പോൾ സൂക്ഷിക്കണം, എണ്ണ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. കണ്ട, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തെറിച്ച് വീഴരുത്. അപ്പൊ നമ്മുടെ കറി ഉണ്ടോ? കണ്ട, നല്ല അടിപൊളി കറിയാണ്. അപ്പൊ നമുക്ക് നേരത്തെ തിളച്ചല്ലോ. ആ ഇപ്പൊ ഗ്രീൻ പീസ് കറി കാണാനൊരു ഭംഗിയായി, ചന്തം വന്നു അല്ലേ? കടുകും പൊടിച്ച് മുളക് ഇടുവാണ് ചേർത്ത്. അതെ. അപ്പൊ ഇനി എന്നാണ് പരിപാടി? നമ്മൾ ഇഡലി പാത്രം എടുക്കാൻ പോകും. അപ്പൊ കൂട്ടുകാരെ, ശരണ്യ ബ്രെഡൊക്കെ എടുത്ത് വെച്ച് ആവി കയറ്റാനായിട്ട് കേട്ടാൻ വേണ്ടി പോവാ. ആ അപ്പൊ നമുക്ക് ഇനി അടച്ചു വെക്കാം. ആ അടച്ചു വെക്കാം. അടച്ച് നമ്മൾ ഇനി ഗ്യാസേ വെക്കാൻ പോവാം. ഇനി ഇത് മൂടി വെക്കട്ടെ, ഇച്ചിരി തണുക്കണം. ആ അതിന് ഞാൻ തന്നെ ഇവിടെ നിൽക്കുന്നോണ്ട് അത് മാറ്റാത്തെ. മൂടി വെക്കട്ടെ. ശരി ശരി. ആ എന്തായി? അപ്പൊ അത് സെറ്റായി. സെറ്റായി. ഇനി ഒന്ന് ആവി വന്നാ മതി അല്ലേ? പാത്രത്തിലോട്ട് കറി എടുക്കാൻ പോവാം. ആ ശരി ശരി ശരി. നമ്മുടെ കറിയൊക്കെ നല്ല അടിപൊളി കറിയാണ് കേട്ടോ, സൂപ്പർ കറിയാണ്. പാത്രത്തിലേക്ക് മാറ്റിയാണ്. മറ്റേത് ആ മൊത്തം മാറ്റുന്നില്ല, ഇപ്പൊ കഴിക്കാൻ മാത്രം. ആ മാറ്റിയാണ്. ശരണ്യ എന്തോ അല്ലെ ഇഡലി പാത്രം ഇങ്ങോട്ടൊക്കെ എടുത്ത് വെച്ചാ? അങ്ങോട്ട് വെച്ച് ആഹാ, ആവിയൊക്കെ വരുന്നുണ്ടല്ലോ. നല്ല ആവി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇത് റെഡിയായല്ലേ? അത് റെഡിയായി. അപ്പൊ നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് പെട്ടിട്ട് മാറ്റാൻ കൂട്ടിയാൽ നല്ല ചൂടാ. നല്ല കൈ പൊള്ളരുതേ. നല്ല പൂഞ്ച് പോലെ ഇരിക്കട്ടെ. നല്ല സ്പോഞ്ച് പോലെയാണ് അല്ലേ ഇരിക്കുന്നത്? ഇരിക്കുന്നത്. എത്ര കട്ടിയുള്ള ബ്രെഡ് ആണെങ്കിലും ഒന്ന് ആവി കയറ്റി എന്നാ സൂപ്പർ ഉണ്ട് കൂട്ടി. ഇറച്ചിക്കറി ഉണ്ടാക്കി പറയണ്ട. അതെ. ആ ബ്രെഡും ചിക്കനും ഒക്കെ അടിപൊളിയാണ് അല്ലേ? വെഡും ചിക്കൻ അല്ലെ ബീഫുമായിട്ടൊക്കെ അടിപൊളി. ആ അപ്പൊ അത്രയും മതി ശരണ്യ. നമുക്ക് ഇത്ര എടുക്കാം. ആ ബാക്കി നമുക്ക് മൂടി വെക്കാം. ആ ആ ഇനി ഇതില് കറി ഒഴിച്ച്. അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ കറി ഒഴിക്കാൻ പോവാൻ ഇവിടെ വെക്കട്ടെ. ആ ശരി ശരി. അപ്പം അങ്ങനെ ശരണ്യതേ നമ്മുടെ ഗ്രീൻ പീസ് കറി, ഇന്നത്തെ കറി ആണ് നമ്മുടെ അല്ലേ വീഡിയോ. ചൂട് സാധനം. ആ കണ്ട, ചൂട് ഗ്രീൻ പീസ് കറി വെച്ചിട്ടുണ്ട്. കണ്ടാ കൂട്ടുകാരെ, ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു കുറച്ചെടുത്ത് കഴിക്കാൻ തോന്നുന്നില്ലേ അല്ലേ? അപ്പൊ കൂട്ടുകാരെ ഞങ്ങൾ കഴിക്കുന്ന കാണിക്കുന്നത് കാണുന്നത്, ഞങ്ങൾ എല്ലാരും കൂടി കഴിക്കുന്നത്. അപ്പൊ ഇച്ചുകൂടി അവിടെ പാക്കിംഗ് ഒക്കെ തീരാനുണ്ട്. അപ്പൊ വേണമെങ്കിൽ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ പാക്കാം. ആ എല്ലാരും കൂടി ഇരുന്ന് കഴിക്കണ കൊണ്ടാണ്. ആ എടുത്ത് ചൂടാണ്. നല്ല നല്ല അടിപൊളി. അടിപൊളി. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങളുടെ ഈ വീഡിയോ ഇത്ര ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖം തന്നെ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ, ഞങ്ങളെ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാം. അപ്പൊ അടുത്ത വീഡിയോക്ക് വരെ ബൈ.